നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അമ്മയോട് പരാതി പിൻവലിക്കാൻ പറയൂ. അമ്മ പരാതി പിൻവലിക്കില്ല സർ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ സച്ചി. ഞങ്ങൾ പറഞ്ഞ അമ്മ കേൾക്കില്ല. അവര് പറഞ്ഞാൽ കേൾക്കൂന്ന് വിശ്വാസമുള്ള വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കും. രേവതി അമ്മയോട് സംസാരിക്കാൻ അച്ഛനോട് പറഞ്ഞല്ലോ. അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്ക്. ശരി സർ, ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു നോക്കാം. ഇനി ആര് സംസാരിച്ചിട്ടും നിങ്ങളുടെ അമ്മ കേസ് പിൻവലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ മതി. നമുക്ക് വേറെ വഴി നോക്കാം. നിങ്ങൾ ചെല്ലേ. ശരി സാർ. ശരി. അച്ഛ എന്താ ശരത്തിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞേ. പിന്നെ പോലീസ് അന്വേഷിക്കാതിരിക്കോ? തെറ്റിയാ ഇങ്ങനെയൊക്കെ ഇരിക്കും. അച്ഛാ, അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. എന്ന് വെച്ചാൽ ജയിലിൽ പോയാൽ അവന്റെ ഭാവി എന്താവും അത് ഓർക്കുമ്പോഴേ എനിക്ക്. ഞങ്ങൾ വക്കീലിനെ കണ്ടിരുന്നു. ഇത് കേസാവാതെ നോക്കണം, കോടതിയിലെത്താതെ പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്യണമെന്ന് വക്കീൽ പറഞ്ഞത്. അമ്മ പരാതി പിൻവലിച്ച പോലീസ് കേസ് ഒഴിവാക്കും. അച്ഛൻ ചെന്ന് അമ്മയോട് സംസാരിക്കണം. പരാതി പിൻവലിക്കാൻ പറച്ച. അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്റെ അനിയനല്ലേ. തെറ്റ് ചെയ്തെന്ന് കരുതി എനിക്ക് അവനെ വലിച്ചെറിയാൻ പറ്റുമോ? അച്ഛ അമ്മയോടൊന്ന് സംസാരിക്കാം. ഇത് നല്ല വിഷയമാണെങ്കിൽ ആരോട് വേണമെങ്കിലും സംസാരിക്കാം. ഇതിപ്പോ അങ്ങനെ ഒരു വിഷയമല്ലല്ലോ. അച്ഛൻ പറയുന്നല്ല ശരി തന്നെ. ശരത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവനൊരു കള്ളനല്ല അച്ഛ. കാശിന് വേണ്ടി അല്ല അവനങ്ങനെ ചെയ്തത്. അമ്മയോടുള്ള ദേഷ്യത്തിന് ചെയ്തു പോയതാ. ഇനി ജന്മത്തെ അവനങ്ങനെ ചെയ്യില്ല അച്ഛ. പ്ലീസ് അച്ഛാ. അതെ, അച്ഛാ ഇവൻ പറയുന്നത് കേട്ടോണ്ട് അമ്മയോട് പരാതി പിൻവലിക്കാനൊന്നും പറയരുത്. നീ എന്തിനാണ് ഇടയ്ക്ക് വന്നേ? നീ നിന്റെ കാര്യം നോക്കി. ഞാൻ പറയും അച്ഛാ, ആ പയ്യൻ ചെയ്തതേ സാധാരണ കുറ്റമൊന്നുമല്ല. റോബറിയാണ് റോബറി. അവനൊക്കെ ജയിലിൽ തന്നെ പോണം. അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ കാശ് മോഷ്ടിച്ചു. ഇനി അവനൊക്കെ വെറുതെ വിട്ടാലേ അവൻ ഈ നാട് നീളെ കൊള്ളയടിക്കും. ഇങ്ങനെയുള്ളവനൊക്കെ ജയിലിൽ കിടക്കുന്ന തന്നെയാ നല്ലത്. അച്ഛനോട് സംസാരിക്കണം. ഇതെന്തൊക്കെ കാണണം ഞാൻ. നിനക്കാണ് ജയിലിൽ പറഞ്ഞേക്കണം അല്ലേ? മറ്റുള്ളവർ ജയിലിൽ പോകുമ്പോ സന്തോഷിക്കുന്നവനാണോ നീ? നീ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്ന നിനക്ക് നല്ലത്. എടാ സച്ചിന് ദേഷ്യപ്പെടാതെ. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവനെ ഓർമ്മിപ്പിക്കാച്ച. അച്ഛ ശരത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യും. അമ്മ കാരണല്ലേ അവനങ്ങനെ ചെയ്തേ. നിരപരാധിയായ ഒരുത്തന്റെ മേൽ കുറ്റം ആരോപിച്ച അവന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അവനെ എനിക്ക് നന്നായിട്ട് അറിയാച്ച. അച്ഛനൊന്ന് മനസ്സാവുമല്ലോ. ശരത്ത് ഇനി ഇത് ആവർത്തിക്കില്ല. അവൻ പഠിച്ച് ഒരു ജോലി നേടി സ്വന്തം കുടുംബം നോക്കും. എനിക്കത് ഉറപ്പുണ്ടച്ച. അച്ഛൻ പറയാറില്ലേ, ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് പണം കൊടുത്താൽ മതി. എന്നാ ആ കുടുംബത്തിന്റെ അടുത്ത തലമുറയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. ശരത്ത് ജയിലിൽ പോയ രേവതിയും അവളുടെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ പോവും. ചെറിയ പ്രായത്തില് ജയിലിൽ പോയ അവന്റെ ജീവിതം പിന്നെ. അച്ഛാ, പരാതി പിൻവലിച്ചതിന് ശേഷം ശരത്തിനെ ഞങ്ങൾ അച്ഛനെ മുമ്പിൽ കൊണ്ട് നിർത്താം. അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുത്തോളൂ. പക്ഷെ അവന് ജയിലിലേക്ക് മാത്രം പറഞ്ഞയക്കില്ല അച്ഛാ. എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് ഞങ്ങൾ അച്ഛനെ കാണുന്നത്. അച്ഛൻ ഞങ്ങളെ ഒഴിവാക്കിയാ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല അച്ഛാ. ചന്ദ്രേ വാ, എന്തെങ്കിലും കഴിക്കാം. നീ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? രവിയേട്ടന് ഓർമ്മ ഒന്നുമല്ലേ? ഓർമ്മ വരാൻ ഞാൻ എപ്പോഴാണ് അദ്ദേഹത്തെ മറന്നിട്ടുള്ളത്? അദ്ദേഹം എപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. എനിക്കറിയാം നിനക്ക് രവിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ 10-30 വർഷം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? എത്ര വഴക്കൂടി പണിങ്ങിയാലും കുറച്ചു കഴിഞ്ഞാൽ രവിയേട്ടൻ എന്നോട് വന്ന് മിണ്ടും. മക്കളെ പോലും ഒന്നും അല്ല. ആരും വന്നാലോ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആഹാ, രവിയേട്ടനോ? ഞങ്ങളിപ്പോ രവിയേട്ടന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. രവിയേട്ടനെ 100 ആയുസ. അകത്തേക്ക് വാ, ഇരിക്ക്. എന്നെ കുറിച്ച് സംസാരിക്കായിരുന്നു പറഞ്ഞല്ലോ. അമ്മയുടെ കൂട്ടുകാരത്തി എന്നത്തെ പോലെ എന്നെ കുറിച്ച് മോശം പറയായിരുന്നു. ഏയ്, അവളങ്ങനെയൊന്നും പറഞ്ഞില്ല. രവിയേട്ടൻ എന്നാ ജീവൻ എന്നാ പറഞ്ഞേ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എനിക്ക് സുഖം തന്നെയാ. രവിയേട്ടനോ? നന്നായിട്ട് പോകുന്നു. ഒന്നുമല്ല, നന്നായിട്ട് ക്ഷീണിച്ചു. ആഹാരമൊന്നും ആരും തരുന്നില്ലേ? എന്നെ കുറിച്ച് ഇത്ര ആദ്യമായിട്ടാണോ ബാഗും തൂക്കി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെ? അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടെന്ന് അറിയില്ലേ? പക്ഷെ രവിയേട്ടനെ ഇങ്ങനെ കാണുമ്പോ കുറെ കാലം പിരിഞ്ഞിരിക്കുന്ന പോലെയാ രണ്ടുപേരെയും സംസാരം. രവിയേട്ടാ, ഞാൻ ചായ എടുക്കാം. ഒന്നും വേണ്ട മാമേ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം. താനിരിക്കെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ? അതിന് ഞാൻ പറഞ്ഞിട്ടല്ലോ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചന്ദ്രയുടെ സന്തോഷത്തിന് ഇറങ്ങിയല്ലേ. അതുകൊണ്ട് തനിക്ക് തോന്നുമ്പോ വീട്ടിലേക്ക് പോവാ. ഞാനായിട്ട് വിളിക്കില്ല, കൂട്ടിക്കൊണ്ട് പോയില്ല. പിന്നെ എന്തിനാ ഇപ്പൊ വന്നേ? ചന്ദ്രേ, നീ ആ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം. ഓ, അപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല, ആ പൂക്കാരിയുടെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് വന്നതാ അല്ലേ? ചന്ദ്രേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആ പരാതി പിൻവലിക്ക്. ഞാനെന്തിന് പരാതി പിൻവലിക്കണം? ചെറിയ തെറ്റാണോ അവൻ ചെയ്തേ? അവനൊരു ചെറിയ പയ്യനല്ലേ. നീ അങ്ങ് ക്ഷമിക്കേ. ഈ പ്രായത്തില് നമ്മുടെ പിള്ളേരെന്തെല്ലാം ചെയ്തിരിക്കുന്നു. അവര് ചെറിയ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു കാണും. അല്ലാതെ ഇതുപോലെ മോഷണം വല്ലതും നടത്തിയോ? ഇല്ലല്ലോ. ഞാൻ എന്റെ മക്കളെ അങ്ങനെയല്ല വളർത്തിയത്. ശരത്തിനെ ജയിലിൽ കിടത്തിയിട്ട് നിനക്ക് എന്താ കിട്ടുക? എന്താ അതുകൊണ്ടുള്ള ലാഭം? എന്റെ കാശ് മോഷ്ടിച്ചവൻ ജയിലിൽ കിടക്കുന്ന കാണുമ്പോ എന്റെ മനസ്സിനകത്ത് എന്തെന്നില്ലാത്തൊരു സംതൃപ്തി കിട്ടും, സന്തോഷം കിട്ടും. അത് തന്നെ എന്റെ ലാഭം. എത്ര കാലം നിന്റെ ഈ സന്തോഷം നിലനിൽക്കും? ആയുഷ്കാലം മുഴുവൻ നിൽക്കോ? എന്നാ ആ പയ്യൻ ജയിലിൽ കിടന്ന് ആയുഷ്കാലം മുഴുവൻ ആ കുടുംബം ദുഃഖിക്കേണ്ടി വരും. അത് നീ മനസ്സിലാക്കുക. നമ്മളായിട്ട് ആ കുടുംബത്തിന് കഷ്ടപ്പാട് വരത്തരുത് ചന്ദ്രേ. അതിലേ എനിക്ക് ഒരു വിഷമവും ഇല്ല. ആ പയ്യൻ തെറ്റ് ചെയ്തു, അവന് ശിക്ഷ കിട്ടണം. ഇങ്ങനെയൊക്കെയല്ലാന്ന് നിങ്ങൾ പറഞ്ഞേ. ഇപ്പൊ എന്ത് പറ്റി? ഓ, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും നിങ്ങളുടെ മോനും ചേർന്ന് നിങ്ങളുടെ മനസ്സ് മാറ്റിയോ? അതാണോ ശുപാർശയായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചന്ദ്രേ, ഒന്നും ആലോചിക്കാതെ മറ്റുള്ളവർ പറയുന്നത് അതേപടി കേൾക്കുന്നവനല്ല ഞാൻ. എന്റെ മനസാക്ഷിക്ക് ചേരുന്നതേ ഞാൻ ചെയ്യും. അത് നിനക്കറിയാവുന്ന കാര്യം. വലിയ മനസാക്ഷിയുള്ള ആളായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ വീട്ടിലെ മനസ്സമാധാനം കേടില്ലായിരുന്നു. ദേവതി വന്നതോടെയാ
നമ്മുടെ വീടൊരു വീടായത്, സ്വർഗ്ഗമായത്. സച്ചിയാളാകെ മാറി, അവനെ രേവതി മാറ്റി. മുൻപ് നമ്മൾ കണ്ടിരുന്ന സച്ചിയാണോ ഇപ്പോ? നമ്മുടെ വീട്ടിലെ സമാധാനം കെടുത്തിയവളല്ല, വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നവളാ രേവതി. രേവതിയുടെ അനിയൻ ഒരു ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തതാ. താൻ അതങ്ങ് ക്ഷമിക്കേ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാല് അതിന്റെ ഫലം ദൈവം തരുമെന്ന് അമ്മ പറയാറുണ്ട്. ശരത്തീത തെറ്റിനി അവൻ ആവർത്തിക്കില്ല. എല്ലാം മറന്നോ, നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം അവന് കൊടുക്ക. ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പരാതി പിൻവലിക്കാം. പക്ഷെ ഒരു കാര്യം, ആ പൂ കെട്ടുന്നവള് എന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഓ. അവൾ ആ വീട് വിട്ടു പോണം. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്നവൾക്ക് എന്റെ വീട്ടിൽ കഴിയാൻ യോഗ്യതയില്ല. ചന്ദ്ര, രേവതി പോയ പിന്നെ സച്ചി എന്ത് ചെയ്യും? അവനവളാ വലുതെങ്കിൽ അവനവളുടെ കൂടെ പോട്ടെ. ഇതൊന്നും ശരിയല്ലേ ചന്ദ്രേ? അവൻ നമ്മുടെ മോനാ, മറ്റു മക്കളെ പോലെ തന്നെയാ നീ അവനെ പ്രസവിച്ചേ. കൂടുതലൊന്നും പറയണ്ട. അവർ രണ്ടുപേരും വീട് വിട്ടു പോയാൽ ഞാൻ പരാതി പിൻവലിക്കും. ഇല്ലെങ്കിൽ ഞാൻ പിൻവലിക്കില്ല. ചന്ദ്രേ, അവരെങ്ങോട്ട് പോകാനാ ചന്ദ്രേ? എങ്ങോട്ടെങ്കിലും പോട്ടെ. അവര് വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് പ്രശ്നം. അവരവിടെ നിന്നാ മറ്റു രണ്ട് മരുമക്കളും വീട് വിട്ടു പോകുന്ന സ്ഥിതി വരും. അവര് വലിയ വീട്ടിൽ നിന്ന് വന്നവരാ. ഈ പൂ കെട്ടുന്നവള് കാരണം എനിക്ക് അവരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇത് തന്നെയാ നിന്റെ പ്രശ്നം. എല്ലാവരെയും നിനക്ക് ഒരുപോലെ കാണാൻ കഴിയില്ല. നീ രേവതി മോളെ വഴക്ക് പറയാത്ത ദിവസമുണ്ടോ? പാവം, അവളെല്ലാം സഹിച്ച അവിടെ നിൽക്കുന്നേ. രേവതിയോട് പെരുമാറുന്ന പോലെ നീ മറ്റു രണ്ടുപേരോട് പെരുമാറി നോക്ക്. അടുത്ത നിമിഷം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവസാനമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, നീ ഈ പരാതി പിൻവലിക്കുകയില്ലേ? എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. അവർ രണ്ടുപേരും വീട് വിട്ടിറങ്ങാതെ ഞാൻ പരാതി പിൻവലിക്കില്ല. ചന്ദ്രേ, ഈ പിടിവാശി ഒരു അസുഖ, അതിനൊരിടത്തും മരുന്നില്ല. നീ ശ്രദ്ധിച്ചോ, പെട്ടെന്ന് മനസ്സും ശരീരവും കെട്ടുപോകും. അച്ഛനത് എവിടെ? ആന്റിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണോ? അല്ല, പൂ കെട്ടുന്നവളുടെ അനിയനെതിരെ കൊടുത്ത പരാതി അത് പിൻവലിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്നതാ. എന്താ ചെയ്ത്? അച്ഛൻ എന്തിനാ വെറുതെ ആ പയ്യനെ രക്ഷിക്കാൻ നോക്കുന്നത്? വിടറാ. അമ്മേ, അച്ഛൻ പരാതി പിൻവലിക്കാൻ പറഞ്ഞപ്പോ അമ്മ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് പോക്ക് കണ്ടപ്പോ മനസ്സിലായില്ലേ? ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് പരാതി പിൻവലിക്കുന്നത്? അമ്മ ഈ പറഞ്ഞത് കറക്റ്റ്. അമ്മേ, ഒരിക്കലും അമ്മ പരാതി പിൻവലിക്കരുത്. ആ പയ്യനെ വെറുതെ വിടരുതമ്മേ. അവനൊക്കെ പോയി ജയിലിൽ കിടക്കട്ടെ. അതാ എന്റെ തീരുമാനം. എന്റെ അമ്മേ, അവനെ പോലെയുള്ളവരൊക്കെ വെറുതെ വിട്ടാലേ അവൻ നാളെ വീട്ടിൽ വന്ന് കത്തി എടുത്ത് അമ്മയുടെ വായിച്ച് കുത്തി അമ്മയെ കൊന്നിട്ട് അമ്മയുടെ മാലയെ വളയൊക്കെ എടുത്തോണ്ട് ഇരിക്കടാ അവിടെ, ചുമ്മാ പേടിപ്പിക്കാതെ. അയ്യോ അമ്മേ, ഞാൻ പേടിപ്പിച്ചതല്ല. അതൊക്കെയാണമ്മേ വാസ്തവം. ആന്റി വീട്ടിലേക്ക് വാ. ആന്റിയെ കൂട്ടിക്കൊണ്ടുപോകാനോ ഞങ്ങൾ വന്നേ? ഞാനും വരുന്നില്ല. അമ്മേ, അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? അമ്മ ഇല്ലാത്ത ആ വീട് വീടല്ലമ്മേ. അമ്മ പരാതി ഒന്നും പിൻവലിക്കണ്ട. ഇപ്പൊ ഞങ്ങളോടൊപ്പം ഒന്ന് വീട്ടിലേക്ക് വാ. ആ പൂ കെട്ടുന്നവളെ എന്റെ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവള്. രണ്ടുപേരെ ഇനി ഒന്നിച്ച് അവിടെ കഴിയില്ല. അമ്മേ, അവര് രണ്ടുപേരും കൂടി ആ വീട്ടിൽ എങ്ങനെ ജോളിയായിട്ട് ജീവിക്കുക? ഞാൻ ആ സച്ചിയുടെ കഴുത്തിന് പിടിച്ചങ്ങ് വെളി തള്ളട്ടെ അമ്മേ. അപ്പൊ അവന്റെ കൂടെ അവളെ ഒന്ന് പൊക്കോളൂ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യണ്ട. ചെയ്യരുതെന്നോ? അതെന്താ പെട്ടെന്ന് അമ്മയ്ക്ക് അവനോടൊരു സ്നേഹം കൂടിയത്? എടാ, നിന്നെ ജീവനോടെ കാണണമെന്നുള്ള കൊതി കൊണ്ട് പറഞ്ഞതാ. ആ, അമ്മേ, അങ്ങനെ ചെയ്താലേ അവൻ നിന്നെ അടിച്ചു കൊല്ലും. നീ ഒന്നും ചെയ്യണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. രണ്ടുപേരെയും ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റിയ അവസരം ഇത്. അത് ഞാൻ പ്രയോജനപ്പെടുത്തും. അവര് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഞാൻ എന്റെ വീട്ടിലേക്ക് വരും. നിങ്ങൾ കണ്ടോ? സച്ചേട്ടാ, ചായ. ചേച്ചി, നിങ്ങൾ ഇരിക്കുക. ഞാൻ ചായ ചേച്ചി ഒന്നും വേണ്ട. ഞാൻ ചേച്ചിയുടെ അനിയനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. അത് വൺ സൈഡ് മാത്രം കേട്ടിട്ട് അങ്ങനെ സംസാരിച്ച. പക്ഷെ അവൻ ചെയ്ത തെറ്റ് തന്നെയാ. അവനെങ്ങനെ ചെയ്യാൻ കാരണം ആന്റിയല്ലേ? അന്ന് ചേച്ചിയുടെ അനിയൻ വീട്ടിൽ വന്നപ്പോ ആന്റിയും ശ്രുതി ചേച്ചിയും സുധീട്ടനും ചേർന്ന് അവനെ എന്തൊക്കെയാ ചെയ്തത്? അതൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ചേച്ചി, ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത്. എന്താണ് മനസ്സിലായത്? ചേച്ചിയുടെ അനിയൻ ആന്റിയോട് റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് മോഷ്ടിച്ച് അത്രമാത്രം ആന്റി അവനെ ഹേർട്ട് ചെയ്തിരുന്നു. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ തെറ്റ് ചെയ്യാൻ ട്രിഗർ ചെയ്യുന്നതാ വലിയ തെറ്റ്. ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? സോറി എടുത്തി, അവർ കുറ്റപ്പെടുത്തുമ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതൊന്നും സാരമില്ല. നിങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കറിയില്ലേ. സച്ചിട, പോലീസ് എന്ന് പറഞ്ഞു. അമ്മ പരാതി പിൻവലിച്ച ശരത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവരവനെ അറസ്റ്റ് ജയിലിൽ അടയ്ക്കും. അമ്മ പരാതി പിൻവലിക്കോ? അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അമ്മ ഇത് കേൾക്കോ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞ അമ്മയ്ക്ക് ജീവന. അച്ഛനെ തിരിച്ചു അങ്ങനെ തന്നെ. എനിക്കറിയില്ല അവരുടെ സ്നേഹം. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കുന്ന എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം.